അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2025 ജനുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 അറബിക് പെഡഗോഗി ചോദ്യപേപ്പർ അവലോകനമാണ്. ഏറെക്കുറെ പഠിതാക്കൾക്കെല്ലാം ഈസി ആയിരുന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ കേട്ടറ്റ് എക്സാം. അതേപോലെ തന്നെ അറബിക് പെഡഗോഗി ചോദ്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങൾ PYQ നിർബന്ധമായിട്ടും കാണുകയും പഠിക്കുകയും ചെയ്യണം എന്നതാണ് ഇതുപോലെയുള്ള ആവർത്തന ചോദ്യങ്ങൾ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. 121 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ് അറബിക് പെഡഗോഗി ഭാഗത്ത് വരാറുള്ളത്. 121ാമത്തെ ചോദ്യം, തസ്രീഹുൻ ലാ യുനാസിബു മഅ തഖ്തീത്തി തദ്രീസ്. തസ്രീഹുൻ ഒരു പ്രസ്താവന, ലാ യുനാസിബു അത് യോജിക്കുന്നില്ല, മഅ തഖ്തീത്തി തദ്രീസ് ടീച്ചിങ് പ്ലാനുമായി യോജിക്കാത്ത ഒരു തസ്രീഹ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനുകളും പരിശോധിക്കാം. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുനാസിബു, ലാ യുനാസിബു, ഇത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇത് നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചോദ്യം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ, യുസാഇദു അല ഇക്തിഷാഫി അൽ ഉയൂബി അസ്നാ അമലിയത്തി തദ്രീസ്. ടീച്ചിങ് പ്ലാൻ എന്നുള്ളത് അത് യുസാഇദു, അത് സഹായിക്കുന്നു, അല ഇക്തിഷാഫി ഉയൂബി അസ്നായി അമലിയത്തി തദ്രീസ്, ടീച്ചിങ് നടക്കുന്നതിനിടക്ക് ഉണ്ടാകുന്ന ന്യൂനതകൾ കണ്ടെത്താൻ, ഉയൂബുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു, അത് സഹായിക്കുന്നു. ഓപ്ഷൻ ബി, യുസായിദു അലൽ ഖിയാമി ബി അഫ്ളലിൽ ഇജ്റാഅത്തി ലിതൻഫീദി ദർസ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ക്ലാസ് നടപ്പിലാക്കാനുള്ള മികച്ച നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു ടീച്ചിങ് പ്ലാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ക്ലാസ് നടപ്പിലാക്കാനുള്ള മികച്ച നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ അതുവഴി എന്ത് ചെയ്യുന്നു, നമുക്ക് സഹായകമാകുന്നു. ഓപ്ഷൻ സി, യദ്ഖുലു അൽ മുദർരിസ് അസ്സഫ ദൂന തസവ്വുരിൻ മുസ്ബിക്കിൻ. അധ്യാപകൻ ഒരു മുൻധാരണയുമില്ലാതെയാണ് ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചിങ് പ്ലാൻ ഉണ്ട് എങ്കിൽ അധ്യാപകന് ഒരു മുൻധാരണയുമില്ലാതെയാണ് ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. ഇതാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി, യൻമി ഹുബ്രത്തുൽ മുഅല്ലിം അത്തഅലീമിയ. അധ്യാപകൻ്റെ ടീച്ചിങ് അനുഭവത്തെ അത് വികസിപ്പിക്കുന്നു. ഒരു ടീച്ചിങ് പ്ലാൻ ഉണ്ട് എങ്കിൽ അധ്യാപകൻ്റെ ടീച്ചിങ് അനുഭവത്തെ അതെന്ത് ചെയ്യുന്നു, പരിപോഷിപ്പിക്കുന്നു. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ടീച്ചിങ് പ്ലാൻ ഉണ്ടായെങ്കിൽ അധ്യാപകനെ കുറിച്ച് എന്താണ് പിന്നെ ഒരു പ്രശ്നമല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇന്നിന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി പറയുന്നത് എന്താണ്, അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിക്കുന്നത് ഒരു മുൻധാരണയും ഇല്ലാതെയാണ്. അപ്പോൾ ടീച്ചിങ് പ്ലാൻ ഉണ്ടല്ലോ, പിന്നെ മുൻധാരണ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അധ്യാപകന് മുൻധാരണ ഉണ്ട്. അപ്പോൾ ടീച്ചിങ് പ്ലാനുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. അധ്യാപകന് ഒരു മുൻധാരണ ഇല്ലാതെയല്ല, കൃത്യമായ ബോധത്തോടു കൂടെയാണ് എന്ത് ചെയ്യണത്, ക്ലാസ്സിൽ ഒരു ലെസൺ പ്ലാനുമായി, ഒരു ടീച്ചിങ് പ്ലാനുമായി കൊണ്ട് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 122ാമത്തെ ക്വസ്റ്റ്യൻ, തഖ്ദീറുൻ യതസായറു മഅൽ അൻഷിതത്തി ദിറാസിയ. തഖ്ദീർ ഒരു ഇവാലുവേഷനെ കുറിച്ചാണ് ചോദ്യം, മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. യതസായറു മഅൽ അൻഷിതത്തി ദിറാസിയ, പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കുന്ന, യതസായറു മഅൽ അൻഷിതത്തി ദിറാസിയ, പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കുന്ന
ഒരു മൂല്യനിർണ്ണയം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ തഖ്ദീറുൽ മുസ്തമിർ. തഖ്ദീറുൽ മുസ്തമിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഓപ്ഷൻ ബി തഖ്ദീറുൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ഇവാലുവേഷൻ. ഓപ്ഷൻ സി തഖ്ദീറുൽ ദൗരി ആനുവൽ ഇവാലുവേഷൻ. തഖ്ദീറുൽ ദൗരി എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലായിട്ട് നടക്കുന്ന ഓരോ ടേമിലായിട്ട് നടക്കുന്ന ഇവാലുവേഷനാണ്. നമുക്ക് നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ തഖ്ദീറുൽ ദൗരിക്ക് എക്സാമ്പിൾ തന്നെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അവിടെ ഓപ്ഷനിൽ അൽ ഇംതിഹാനുൽ അഖീർ എന്ന് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ എന്താണ്? തഖ്ദീറുൽ ദൗരിയാണ്. ഓപ്ഷൻ ഡി സി, ബി ആൻഡ് സി, ബിയും സിയുമാണ് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ബിയും സിയും അതെല്ലാം സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. ക്വാർട്ടർലി എക്സാമിനേഷൻ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ നടക്കുന്ന എക്സാം, അതേപോലെ തന്നെ ആനുവലി എക്സാം, ഇത്തരം എക്സാമുകളൊക്കെയാണ് ബിയും സിയും ഒക്കെ അല്ലേ. അതായത് സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. എന്നാൽ ഓപ്ഷൻ എ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കുന്ന ഇവാലുവേഷനാണ് തഖ്ദീറുൽ മുസ്തമിർ. 123ാമത്തെ ക്വസ്റ്റ്യൻ തസ്രീഹുൻ ലാ യുവാഫിഖു ബിൽ വസാഇലി തഅലീമിയ. തസ്രീഹുൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലാ യുവാഫിഖു അത് യോജിക്കുന്നില്ല, ലാ യുവാഫിഖു ബിൽ വസാഇലി തഅലീമിയ ടീച്ചിങ് എയ്ഡുമായി യോജിക്കുന്നില്ല. എന്താണ് ടീച്ചിങ് എയ്ഡ്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അതേപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും എന്താണ്? ടീച്ചിങ് എയ്ഡാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ അതിന് പ്രത്യേക ക്ലാസ് തന്നെ വരുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിമീഡിയ ഉണ്ട്. ആ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടീച്ചിങ് എയ്ഡുമായിട്ട് യോജിക്കാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഇന്നഹ തുഖല്ലിലു ജുഹൂദദ്ദാരിസീൻ. ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ പരിശ്രമത്തെ കുറക്കുന്നു. ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ പരിശ്രമത്തെ കുറക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു നല്ലൊരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ച് കൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത് എങ്കിൽ, അവർക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത് എങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലക്ഷ്യമാക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് അവരെ എത്തിക്കുവാനും അവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് നമുക്ക് അവരിലേക്ക് പെട്ടെന്ന് പകർന്നു കൊടുക്കാനും സാധിക്കും. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ യജ്ദിബു ഇഹ്തിമാമത്തുല്ലാബ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ താല്പര്യത്തെ അത് ആകർഷിക്കുന്നു. യജ്ദിബു വിദ്യാർത്ഥികളുടെ താല്പര്യത്തെ ആകർഷിക്കുന്നു. അത്തരം എന്താണ്? ഇന്ന് നമുക്കറിയാലോ, ഇന്നെല്ലാം ആ രൂപത്തിലുള്ള എന്താണ് ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെയാണ് ഉള്ളതില്ലേ. അപ്പോൾ അത്തരം ക്ലാസ് റൂമുകളൊക്കെ കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിക്കുമ്പോൾ, അത്തരം ടീച്ചിങ് എയ്ഡുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ്? കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്ക് താല്പര്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ. അപ്പോൾ അതെന്താണ്? നല്ലൊരു അതിനോട് യോജിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ സി ഇന്നഹ യുസായിദു അലാ ഇസ്തിആബിൽ മഅലൂമാത് ഫി വഖ്തിൻ ഖസീരിൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറഞ്ഞ സമയം കൊണ്ട് അറിവുകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ഇന്നഹ യുസായിദു അലാ ഇസ്തിആബിൽ മഅലൂമാത് അറിവുകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ഫി വഖ്തിൻ ഖസീരിൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറിവുകൾ സ്വായത്തമാക്കുവാൻ അത് സഹായിക്കുന്നു. ഓപ്ഷൻ ഡി യശ്അറു താലിബു ബിൽ മലൽ. ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മടുപ്പ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കുക. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കുട്ടികൾക്ക് മടുപ്പലുണ്ടാവുക, അവർക്കത്
വളരെയധികം എന്താണ് ആകർഷണീയമായിരിക്കും. അവർക്ക് ക്ലാസ് കേൾക്കാനും അത് പഠിക്കാനൊക്കെ താല്പര്യം ജനിപ്പിക്കുകയാണ് ചെയ്യലേ. അപ്പോൾ ഓപ്ഷൻ ഡി ഇതുമായിട്ട് യോജിക്കാതെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. 124ാമത്തെ ക്വസ്റ്റ്യൻ, ത്വരീഖത്തു തർജുമ മുവാഫഖത്തുൻ. നമുക്ക് ടീച്ചിങ് മെത്തേഡ്സ്, ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ത്വരീഖത്തുൽ മുബാഷറ, ത്വരീഖത്തുൽ മഷ്റൂ, അതേപോലെ തന്നെ ത്വരീഖത്തുൽ മുഹാദറ, ത്വരീഖത്തു തർജുമ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായ വീഡിയോ സഹിതം തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ത്വരീഖത്തു തർജുമ ട്രാൻസ്ലേഷൻ മെത്തേഡ് മുവാഫഖത്തുൻ, അത് യോജിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുമായാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില പോയിൻറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നു. ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇതിലേതുമായിട്ടാണ് യോജിച്ച് വരുന്നത്? നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ലി നഖ്ലിൽ മഅലൂമാത്ത് ഇല അദദിൻ കബീരിൻ മിനത് ത്വലബ. ലി നഖ്ലിൽ മഅലൂമാത്ത്, അറിവുകൾ ഷെയർ ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഇല അദദിൻ കബീരിൻ മിനത് ത്വലബ, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യാൻ ട്രാൻസ്ലേഷൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി, ലി തദ്രീസി ഖവായിദുൽ ലുഗ തത്ബീഖിയൻ. ഖവായിദുൽ ലുഗ, ഭാഷാ നിയമങ്ങൾ. ലി തദ്രീസി ഖവായിദുൽ ലുഗ തത്ബീഖിയൻ എന്ന് പറഞ്ഞാൽ ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി പ്രയോഗിക്കാൻ അത് സഹായിക്കുന്നു. ശരിയാണോ? ഭാഷാ നിയമങ്ങൾ, നമ്മൾ അറബി ഭാഷയാണ് പഠിപ്പിക്കുന്നത്. ഈ അറബി ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി കൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ ട്രാൻസ്ലേഷൻ മെത്തേഡ് കൊണ്ട് സാധിക്കുമോ? ഒരു ഭാഷ കൊണ്ട് തന്നെ പഠിക്കുമ്പോൾ അവിടെയാണ് കുട്ടികൾക്ക് എന്താണ് ആ ഭാഷ കൂടുതൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നതില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രത്തോളം ശരിയല്ല. ഓക്കെ, നമുക്ക് മറ്റു ഓപ്ഷനുകൾ കൂടെ വായിച്ച് നോക്കാം. ഓപ്ഷൻ സി, ലി തഫാഉലി വ തഹാവുരി. നമ്മൾ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തിന് പറ്റുന്ന പറയുന്നത്? ലി തഫാഉലി വ തഹാവുരി, ഇൻട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡയലോഗ് സംസാരിക്കാനും സഹായകമാകുന്നു എന്നാണ്. അത് ശരിയാണോ? ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെ, ആ ഒരു ഭാഷ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരു ഭാഷ പഠിപ്പിക്കുന്ന വിഷയമാണുള്ളത്. അപ്പോൾ ആ ഭാഷയിലൂടെ നമുക്ക് കൂടുതൽ കുട്ടികളോട് ഡയലോഗ്, കുട്ടികളോട് കോൺവെർസേഷൻ ചെയ്യാൻ, അതേപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ സഹായകമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അല്ലേ. ട്രാൻസ്ലേഷൻ മെത്തേഡ് വരുന്നതോട് കൂടി കുട്ടികൾക്ക് ആ ഭാഷയെ സ്വായത്തമാക്കാനുള്ള ആ ഒരു സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയല്ല. ഓപ്ഷൻ ഡി, ലിൽ ബഹ്സി വൽ ഇക്തിഷാഫ്, അറിവുകൾ സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടെത്താനൊക്കെ എന്ത് ചെയ്യുന്നു, അത് സഹായകമാകുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് നോളഡ്ജ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഭാഷ എത്തിക്കാൻ പറ്റുമോ? ഭാഷ എത്തിക്കാൻ പറ്റില്ല. പക്ഷേ അറിവുകൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും. കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ പോകും. പക്ഷേ ആ കുട്ടിക്ക് ഭാഷാപരമായിട്ടുള്ള കഴിവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷന് എ ആണ് കറക്റ്റ് ആൻസർ. ത്വരീഖത്തു തർജുമ മുവാഫഖത്തുൻ ലി നഖ്ലിൽ മഅലൂമാത്തി ഇലാ അദദിൻ കബീർ മിനത് ത്വലബ, ഒരുപാട് കുട്ടികളിലേക്ക്, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യാൻ എന്ത് ചെയ്യുന്നു, അത് സഹായകമാകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ കുട്ടികൾക്ക് ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി പഠിപ്പിക്കാനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെ നടത്തുവാനോ അതേപോലെ തന്നെ അറിവുകൾ സെർച്ച് ചെയ്യാനും അത് കണ്ടെത്താനും അത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള കഴിവ് അവർക്ക് കുറവ് വരികയാണ് ഇതിലൂടെ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 125ാമത്തെ ക്വസ്റ്റ്യൻ, അത്തഖ്ദീർ അല്ലദി യജ്രി ബഅദ തഖ്ദീമിൽ വഹദ. അത്തഖ്ദീർ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? തഖ്ദീർ അല്ലദി യജ്രി ബഅദ തഖ്ദീമിൽ വഹദ, ഒരു യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ. ഒരു യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, തഖ്ദീർ ലി അജലി ദിറാസ,
തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതെല്ലാം പഠിച്ചിരിക്കും. തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കാൻ വേണ്ടി വിലയിരുത്തുക. പഠിക്കാൻ വേണ്ടി വിലയിരുത്തലാണ് തഖ്ദീർ ലി അജലി ദിറാസ. ആ തഖ്ദീർ ഹുവ ദിറാസ. ഓപ്ഷൻ ബി അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓപ്ഷൻ സി തഖ്ദീറു ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ലി അജലിലെ വേണ്ടി എന്നുള്ള അർത്ഥം അവിടെ തന്നെ വരുന്നുണ്ട്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വിലയിരുത്തുക. ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടി വരും. ആ വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ ബി അ തഖ്ദീർ ഹുവ ദിറാസ. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചത് സ്വയം വിലയിരുത്തുക. പഠിച്ച കാര്യങ്ങൾ സ്വയം വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക, എത്രത്തോളം നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റി എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഇങ്ങനെ വിലയിരുത്തുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തുക. എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഒരു പാഠം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കുട്ടികൾ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. വിശദമായിട്ട് തന്നെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 126ാമത്തെ ക്വസ്റ്റ്യൻ അൽ ഇസ്തിലാഹുൽ അറബി മുഖാബിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നതിന് ഉപയോഗിക്കുന്ന അറബിക് വേർഷൻ ഏതാണ്? അതിൻ്റെ അറബിക് പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ അതെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഒന്നാമത്തെ ഓപ്ഷൻ തഖ്ദീറു ദിറാസ. തഖ്ദീറു ദിറാസ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് തഖ്ദീറു ദിറാസ? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി തഖ്ദീർ ഹുവ ദിറാസ. തഖ്ദീർ ഹുവ ദിറാസ എന്നത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്? അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓപ്ഷൻ സി തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ ഡി ദിറാസത്തു തഖ്ദീർ. അത് ജസ്റ്റ് ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തു എന്ന് മാത്രമാണ്. ഈ 3 തഖ്ദീർ, ഈ 3 ഇവാലുവേഷനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 127ാമത്തെ ക്വസ്റ്റ്യൻ അഅതൽ വാലിദു ജായിസതൻ ലി ഇബ്നിഹി മത്തഹരീർ അല്ലദി യഹ്താജുഹു ഹാദിഹിൽ ജുംല. അഅതൽ വാലിദു ജായിസ ലി ഇബ്നിഹി. പിതാവ് തൻ്റെ മകൻ എന്ത് ചെയ്തു? ഒരു പ്രൈസ്, ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു, നൽകി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. എന്ത് തരം എഡിറ്റിംഗ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത കാലത്തൊക്കെ എല്ലാ ചോദ്യപേപ്പറിലും ഇതുപോലൊരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇവിടെ അത്തഹരീറുൽ മബ്ഹസി, അത്തഹരീറുൽ ഇംലായി, അത്തഹരീർ ഫി തഹജിയ, അത്തഹരീറുൽ ആജുർമി, ഇങ്ങനെ 4 ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷന് ബി ആണ്. അത്തഹരീറുൽ ഇംലായി, സ്പെല്ലിംഗ് എഡിറ്റിംഗ്. സ്പെല്ലിംഗ് എഡിറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ വന്നിരിക്കുന്ന തെറ്റ്? അപ്പോൾ സ്പെല്ലിങ്ങിനൊരു തെറ്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് തെറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ലി ഇബ്നിഹി എന്ന് എഴുതിയത് ശ്രദ്ധിക്കുക. ലി ഇബ്നിഹി എന്ന് എഴുതിയത് അവിടെ ഹംസ ഇട്ടുകൊണ്ടാണ് ഇബ്നിഹി എന്ന് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ എഴുത്ത് തെറ്റാണ്.
ഇബിനിഹി എന്നുള്ളത് യജിബ് കിതാബത്തുഹ ഇബിനിഹി. ഇബിനിഹി എന്ന് ഹംസ ഇല്ലാതെയാണ് അത് എഴുതേണ്ടത്. ബിദൂന ഹംസ, ഹംസ ഇല്ലാതെയാണ് അത് എഴുതേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹംസത്തുൽ വസിൽ, ഹംസത്തുൽ ഖത്ത് എന്നുള്ള ഭാഗം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നഹ്വിൻ്റെ ക്ലാസ്സിൽ ആ ഭാഗമെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു തെറ്റിവിടെ സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ തഹ്രീറുൽ ഇംലാഇ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷന് തഹ്രീറുൽ മബ്ഹസി. തഹ്രീറുൽ മബ്ഹസി എന്ന് പറഞ്ഞാൽ തിമാറ്റിക് എഡിറ്റിംഗ് ആണ്. തിമാറ്റിക് എഡിറ്റിങ്ങിൽ നോക്കുന്നത് നമ്മൾ അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് ഒരു കുറിപ്പ് എഴുതാൻ പറയുന്നു. ആ കുറിപ്പ് എഴുതുന്ന സമയത്ത് അവർ അതിൻ്റെ തുടക്കം, ഒടുക്കം, അതേപോലെ തന്നെ അതിലാവശ്യമായിട്ടുള്ള കണ്ടൻ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കുന്നതിനാണ് തിമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അത്തരം ഒരു എഡിറ്റിംഗ് അവിടെ ആവശ്യമായിട്ട് വരും. ഇവിടെ കാണുന്ന ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഇത് ഏറെക്കുറെ ഒരേ രൂപത്തിൽ നമുക്ക് സ്പെല്ലിംഗ് എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എന്താ ഒന്ന് നോക്കാം. അതായത് തഹ്രീറു തഹജ്ജി, തഹജ്ജി അതായത് തഹ്രീറു തഹജ്ജി എന്ന് പറഞ്ഞാൽ അത്തരം ഒരു എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ യുറക്കിസു അല തഅക്കുദി മിൻ അന്നൽ കലിമാത്ത് മക്തൂബ ബി ഷക്കിലിൻ സഹീഹിൻ വിഫ്കൻ ലിൽ ഖവായിദി തഹ്ജിയ. നമുക്കറിയാം അക്ഷരങ്ങൾ എഴുതാൻ ഒരു നിയമമുണ്ട്. അറബിക്ക് അക്ഷരങ്ങൾ എഴുതാൻ ഒരു നിയമമുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും എഴുതാൻ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പുള്ളി എവിടെ എഴുതണം, അതേപോലെ തന്നെ ഓരോന്നും ഏത് രൂപത്തിൽ എഴുതണം എന്നുള്ളൊരു നിയമമുണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എഴുതിയത് എന്ന് നോക്കുന്നതാണ് എന്ത് തഹ്രീറു തഹജ്ജി എന്നുള്ളത്. അവിടെ നഹ്വിയായിട്ടുള്ള അതിൻ്റെ ആ ഒരു പോരായ്മയല്ല നോക്കുന്നത്, മറിച്ച് എഴുത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആണ് തഹ്രീറു തഹജ്ജിയിൽ നോക്കുന്നത്. നമുക്കറിയാം കലിമ എന്ന് എഴുതിയത് അത് ഈ രൂപത്തിലും ചില ആളുകൾ എഴുതും. പക്ഷെ അവിടെ എന്താണ് അതിൻ്റെ തഹജ്ജിയായിട്ടുള്ള ഹിജായി ആയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതുന്ന ആ നിയമത്തിനെതിരാണത്. ശരിക്കും എഴുതേണ്ട രൂപത്തിൽ നിന്ന് മാറി എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യും? തഹ്രീറു തഹജ്ജി, അത്തരം ഒരു എഡിറ്റിംഗ് അവിടെ ആവശ്യമായിട്ട് വരും. എന്നാൽ തഹ്രീറുൽ ഇംലാഇ, നമ്മുടെ ആൻസറിൽ വന്നിരിക്കുന്ന തഹ്രീറുൽ ഇംലാഇ ആണല്ലോ അല്ലേ? അതെന്താ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹംസ എഴുതാൻ, ഹംസ എഴുതേണ്ട അത് ഹംസ ഇട്ട് എഴുതേണ്ടതുണ്ട്, ഹംസ ഇടാതെ എഴുതേണ്ടതുണ്ട്. അതേപോലെ തന്നെ താഉൽ മർബൂത്ത് എവിടെ വരണം, മഫ്തൂഹ് എവിടെ വരണം, അലിഫുൽ മക്സൂർ എവിടെ വരണം, അതേപോലെ തന്നെ യാ, തൻവീനി, ഇതൊക്കെ എന്താണ് ഖവായിദിൻ സഹീഹ, ശരിയായിട്ടുള്ള നഹ്വിൻ്റെ നിയമത്തിനനുസരിച്ച് എഴുതുമ്പോഴാണ് ആ എഴുത്ത് ശരിയാവുകയുള്ളൂ. ഈ രൂപത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ തഹ്രീറുൽ ഇംലാഇ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യമായിട്ട് വരും. അപ്പോൾ തഹ്രീറുൽ ഇംലാഇ എന്ന് പറയുമ്പോൾ എന്താണ്? നഹ്വിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ടാണോ എഴുതിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും ഇല്ല എങ്കിൽ നടത്തുകയും ചെയ്യുന്ന എഡിറ്റിംഗ് ആണ് തഹ്രീറുൽ ഇംലാഇ. അതായത് തഹ്രീറു തഹജ്ജി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഹിജായി ആയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതാനുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്നാൽ തഹ്രീറുൽ ഇംലായിൽ ഖവായിദു നഹ്വിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക. ഇനി അടുത്തു വരുന്നത് എന്താണ്? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് തഹ്രീറുൽ ആജുർമി. ഗ്രമാറ്റിക്കൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ എഡിറ്റിംഗ് എന്നും ഇതിന് പറയാം. ഇത് വളരെ സിമ്പിളാണ്. ഗ്രമാറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ നടത്തുന്ന എഡിറ്റിംഗ് ആണ് തഹ്രീറുൽ ആജുർമി. ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ റാഷിദുൻ ഇല സൂക്കി വദൻ, ദഹബ റാഷിദുൻ ഇല സൂക്കി വദൻ, റാഷിദ് നാളെ അങ്ങാടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഗ്രമാറ്റിക്കലായിട്ട് ഇത് തെറ്റാണ്. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? യദ്ഹബു റാഷിദുൻ ഇല സൂക്കി വദൻ, റാഷിദ് നാളെ അങ്ങാടിയിലേക്ക് പോകും എന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇതേ രൂപത്തിൽ ഗ്രമാറ്റിക്കലായിട്ടുള്ള തെറ്റ് വരുന്നുണ്ട് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ നടത്തിയ എഡിറ്റിംഗ് ആണ് തഹ്രീറുൽ ആജുർമി. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്.
128ാമത്തെ ക്വസ്റ്റ്യൻ, യൂജദു ഫി ദാഖിലി കുല്ലി ഇൻസാനിൻ ജിഹാസുൻ യസ്ഹലു ബിഹി ഇക്തിസാബിൽ ലുഗ യുറഫു ഹാദൽ ജിഹാസ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അവന് ഭാഷാ സമ്പാദനത്തിന് എളുപ്പമാകുന്ന ഒരു ഡിവൈസ് ഉണ്ട്. യൂജദു ഫി ദാഖിലി കുല്ലി ഇൻസാനിൻ ജിഹാസുൻ യസ്അലു ബിഹി ഇക്തിസാബിൽ ലുഗ, ഭാഷ അക്വിസിഷൻ ചെയ്യാൻ, ഭാഷാ സമ്പാദനത്തിനുള്ള ഒരു ജിഹാസ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഒരു ഡിവൈസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡിവൈസിന് പറയുന്ന പേര് എന്താണ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് വെരി സിമ്പിളാണ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 129ാമത്തെ ക്വസ്റ്റ്യൻ, ഫി സൊഫിക്ക ദാരിസുൻ റു മഖ്ദറാത്തിൻ മുഖ്തലിഫ കൈഫ തതആമലു മഅഹു. ഫി സൊഫിക്ക, നിൻ്റെ ക്ലാസ്സിലുണ്ട് ദാരിസുൻ, ഒരു പഠിതാവ്, റു മഖ്ദറാത്തിൻ മുഖ്തലിഫ. റു മഖ്ദറാത്തിൻ മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, നിൻ്റെ ക്ലാസ്സിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പഠിതാവുണ്ട്. കൈഫ തതആമലു മഅഹു, അവൻ്റെ കൂടെ നീ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുക? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടിയോട് നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിച്ച് നോക്കാം. അക്കൂമു ബി തഅദീലി അൽ അമലിയാത്തി തഅലീമിയ കൈ യതമക്കന ലഹു അൽ മുഷാറക്ക. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അവനും കൂടി പഠന പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പഠന പ്രവർത്തനങ്ങളെ ഞാൻ നവീകരിക്കും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അക്കൂമു ബി തഅദീലി അൽ അമലിയാത്തി തഅലീമിയ, പഠന പ്രവർത്തനങ്ങളെ ഞാൻ എന്ത് ചെയ്യും? എഡിറ്റ് ചെയ്യും. അതിലെന്താണ്? വേണ്ട മാറ്റത്തിരുത്തലുകൾ വരുത്തും. എന്തിന്? കൈ യതമക്കന ലഹു അൽ മുഷാറക്ക, അവനും കൂടി പാഠ്യപ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. ഓപ്ഷൻ ബി, അർസിൽഹു ഇലൽ മദ്രസത്തിൽ ഖാസ ബിഹിം, ഇത്തരം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്കൂളുകളിലേക്ക് അവന് ഞാൻ എന്ത് ചെയ്യും? അയക്കും. ഇത്തരം ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉള്ള പ്രത്യേകമായിട്ടുള്ള സ്കൂളിലേക്ക് എന്ത് ചെയ്യും? അവനെ ഞാൻ അയക്കും. ഓപ്ഷൻ സി, വാമിലു മഅഹു കസായിരി തുല്ലാബ്, മറ്റു കുട്ടികളോട് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രൂപത്തിൽ തന്നെ ഞാൻ അവനോടും പെരുമാറും. ഓപ്ഷൻ ഡി, ഞാൻ അവന് പ്രത്യേകം ഇരിപ്പിടം ഞാൻ എന്ത് ചെയ്യും? ക്ലാസ്സിൽ തയ്യാറാക്കും. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ നടക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തഅലീമുൽ മുതളമ്മിനാണല്ലേ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തേണ്ട വിദ്യാഭ്യാസമാണെന്ന്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആരെങ്കിലും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം, ആ രൂപത്തിലല്ല നമ്മൾ ഇന്ന് എന്ത് ചെയ്യണത്? വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി പറഞ്ഞ പ്രത്യേകം അവന് ക്ലാസ്സിൽ ഇത്തരം ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവനൊരു പ്രത്യേകം ഒരു ഇരിപ്പിടം അവന് മാത്രം അവിടെ, അവനൊരു സെപ്പറേറ്റ് ആയിട്ട് അവനെ വേർതിരിച്ച് കാണുന്ന രൂപത്തിൽ മാറ്റുക. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. അതേപോലെ തന്നെ മറ്റു കുട്ടികളെപ്പോലെ തന്നെ അവനോട് പെരുമാറുന്ന പറഞ്ഞാൽ നടക്കില്ല. കാരണം ഈ കുട്ടി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, എല്ലാവരെയും പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ അവന് അത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ? ഇപ്പോൾ ഒരു വിഷ്വലി പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണ് എങ്കിൽ നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ പറ്റില്ല. അപ്പോൾ അവന് എങ്ങനെ അതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അത്തരം ടീച്ചിങ് ആയിട്ടുള്ളൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരില്ലേ? അവന് കേൾക്കാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ അവന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പഠന പ്രവർത്തനം മാറ്റേണ്ടി വരും. അപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെ അവനോട് പെരുമാറുക എന്ന് പറയുന്നത് ശരിയല്ല. അതേപോലെ തന്നെ അവനെന്ത് ചെയ്യും? അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കൂളിലേക്ക് അയക്കുക എന്ന് പറഞ്ഞതും ശരിയല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എങ്കിൽ അവനും കൂടി പഠന പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ പാഠ്യപ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? നവീകരിക്കും. അതിന് വേണ്ട തിരുത്തലുകളും മാറ്റങ്ങളൊക്കെ വരുത്തും. എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ അവനും കൂടി എന്ത് ചെയ്യണം? ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം.
ആ രൂപത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 130 ക്വസ്റ്റ്യൻ, ഇക്തിസാബുൽ ലുഗ മുവാഫിഖുൻ മഅ. ഇക്തിസാബുൽ ലുഗ ഭാഷാ അക്വിസിഷൻ, ഭാഷാ സമ്പാദനം താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായിട്ടാണ് യോജിച്ചു വരുന്നത്? ഏതാണ് ഓപ്ഷനുകൾ? അത് നളിരിയത്തു സുലൂക്കിയ, ബിഹേവിയറിസം, അത് നളിരിയത്തുൽ ബന്നായിയ, കൺസ്ട്രക്റ്റിവിസം, ത്വരീഖത്തു തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്, ത്വരീഖത്തുൽ മുഹാദറ, ലെക്ചറിങ് മെത്തേഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് നളിരിയത്തുൽ ബന്നായിയ, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഭാഷ അക്വിസിഷനൊക്കെ വരുന്നത് അല്ലേ. ഓക്കെ. 131 ക്വസ്റ്റ്യൻ, ലൈസ മിൻ മീസത്തി അൽ ഖിറാഅത്തി സ്വാമിത. ഖിറാഅത്തി സ്വാമിത എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് റീഡിംഗ് അല്ലേ. ഖിറാഅത്തുൽ ജഹരിയ എന്ന് പറയുമ്പോൾ ലൗഡ് റീഡിംഗ്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ലൈസ മിൻ മീസ അൽ ഖിറാഅത്തി സ്വാമിത, സൈലൻറ്റ് റീഡിങ്ങിൻ്റെ സവിശേഷതയിൽ പെടാത്തത്, സൈലൻറ്റ് റീഡിങ്ങിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ഖിറാഅത്തു കിമ്മിയത്തുൻ കബീറ മിനൽ മാദ. സൈലൻറ്റ് റീഡിംഗ് ആണ് എങ്കിൽ നമുക്ക് വായിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ക്വാണ്ടിറ്റി വായിക്കുവാൻ നമുക്ക് സാധിക്കും. സൈലൻറ്റ് റീഡിംഗ് ആണ് എങ്കിൽ നമുക്ക് ഒരുപാട് കൂടുതൽ വായിക്കാൻ പറ്റുമെന്നുള്ളത്. കിമ്മിയറ ക്വാണ്ടിറ്റി, കിമ്മിയ കബീറ, വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് വായിക്കാൻ പറ്റും മിനൽ മാദ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന്. ഓപ്ഷൻ ബി തഹ്കീഖ് അൽ ഫഹം വൽ ഇസ്തിആബ്, മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കും. ഓപ്ഷൻ സി അൽ ഇഹ്തിമാം അല തലഫുളി വൽ മഖാരിജ്, പദങ്ങൾക്കും അതിൻ്റെ മഖ്റജിനും പ്രാധാന്യം കൊടുക്കുന്നു. അൽ ഇഹ്തിമാം അല തലഫുളി വൽ മഖാരിജ്, പദങ്ങൾക്കും അതിൻ്റെ മഖ്റജിനും എന്ത് ചെയ്യുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. ഓപ്ഷൻ ഡി ഇഷ്തിറാഖു ജമീഅ തുല്ലാബ് ഫി വക്തിൻ വാഹിദ്, ഒരേ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതിൽ ഈ ഒരു മെത്തേഡിലൂടെയാണ് വായിക്കുന്നത് എങ്കിൽ പങ്കുചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് സൈലൻറ്റ് റീഡിങ്ങിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണ്. ഇപ്പോൾ സൈലൻറ്റ് റീഡിംഗ് ആണ് എങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ സൈലൻറ്റ് റീഡിങ്ങിന് വിധേയമാക്കുമ്പോൾ അവരോട് സൈലൻറ്റ് റീഡിങ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഒന്നിച്ച് വായിക്കാൻ പറ്റും അല്ലേ. കാരണം സൈലൻറ്റ് റീഡിംഗ് ആണ്, വേറെ ശബ്ദമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികൾക്ക് ഒരുമിച്ച് വായിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി അതിനോട് യോജിക്കുന്നതാണ്. ഓപ്ഷൻ എ നോക്കാം, ഖിറാഅ കിമ്മിയ കബീറ മിനൽ മാദ, വിഷയത്തിൽ നിന്ന് ഒരുപാട് ക്വാണ്ടിറ്റി വായിക്കാം. നമുക്കറിയാം, നമ്മൾ ലൗഡ് റീഡിങ് ചെയ്യുമ്പോഴും സൈലൻറ്റ് റീഡിങ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കൂടുതൽ വായിക്കാൻ പറ്റുന്നത് നമുക്ക് എവിടെയാണ്, സൈലൻറ്റ് റീഡിങ്ങിലാണ്. അതേപോലെ തന്നെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനൊക്കെ സൈലൻറ്റ് റീഡിങ്ങിലൂടെ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ഇവിടെ സവിശേഷതയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാരണം സൈലൻറ്റ് റീഡിങ്ങിൽ നമ്മൾ പദങ്ങളോ അതിൻ്റെ മഖ്റജിനൊന്നും പ്രാധാന്യം കൊടുക്കണില്ലല്ലേ. കാരണം അത് മഖ്റജൊന്നും ശ്രദ്ധിക്കൂലല്ലോ വായിക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയും വായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ സൈലൻറ്റ് റീഡിങ്ങിൻ്റെ സവിശേഷതയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരിക. 132 ക്വസ്റ്റ്യൻ, തസിഫു ബി അഖല്ലി തൗജീഹി മിനൽ മുഅല്ലിമി വ അക്സാ ജുഹ്ദി മിനൽ മുതഅല്ലിമി. തസിഫു ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം എങ്ങനെ? ബി അഖല്ലി തൗജീഹി മിനൽ മുഅല്ലിമി, അധ്യാപകനിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ മാർഗനിർദ്ദേശവും, വ അക്സാ ജുഹ്ദി മിനൽ മുതഅല്ലിമി, പഠിതാവിൽ നിന്ന് ഒരുപാട് പരിശ്രമവും. എന്ന് പറഞ്ഞാൽ അധ്യാപകന് വളരെ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാൽ പഠിതാവിനെ സംബന്ധിച്ച് അവന് ഒരുപാട് പരിശ്രമവും ആവശ്യമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ അത്വരീഖത്തുൽ ഇക്തിഷാഫിയ, ഡിസ്കവറി ലേണിംഗ്, ഡിസ്കവറി മെത്തേഡ്, കണ്ടെത്തൽ പഠനം. ഓപ്ഷൻ ബി ത്വരീഖത്തുൽ ഹിവാരിയ എന്ന് പറഞ്ഞാൽ സംഭാഷണം നടത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള ത്വരീഖ, അത്തരം മെത്തേഡ് ത്വരീഖത്തുൽ ഹിവാരിയ. ഡയലോജിക്കൽ മെത്തേഡ്, ഡയലോഗ്, ആ രൂപത്തിലുള്ള മെത്തേഡ്.
അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് നടത്തുന്ന പഠന രീതി. ഓപ്ഷൻ സി ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ, ഡിഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ ഡി ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ, ഇൻഡക്റ്റീവ് മെത്തേഡ്. ഈ ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ, ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ ഇൻഷാ അല്ലാഹ് ഇതിന് താഴെ തന്നെ മറ്റൊരു ചോദ്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അവിടെ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? അധ്യാപകന് കുറഞ്ഞ മാർഗനിർദ്ദേശവും എന്നാൽ പഠിതാവിന് ഒരുപാട് പരിശ്രമവും ആവശ്യമായി വരുന്നത് എവിടെയാണ്? ഡിസ്കവറി മെത്തേഡിലാണ് അല്ലേ? കണ്ടെത്തൽ പഠനം. അവിടെ കുട്ടികൾക്ക് എന്താണ് ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 133ാമത്തെ ക്വസ്റ്റ്യൻ, ത്വരീഖത്തുൻ തബ്ഹസു അനിൽ ജുസ്ഇയാത്തി അവലൻ ലിൽ വുസൂലി ഇലാ ഖായിദത്തിൻ ആമ തുസമ്മ ഹാദിഹി ത്വരീഖ. ഈ ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വീണ്ടും വരാനുണ്ട് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമുക്ക് വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. ത്വരീഖത്തുൻ ഒരു മെത്തേഡ്, തബ്ഹസു അനിൽ ജുസ്ഇയാത്തി അവലൻ, ആദ്യം പാർട്ടുകളായിരിക്കും പറയാം. ഒരു മെത്തേഡാണ്, അതായത് ഗ്രാമർ പഠിപ്പിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ആദ്യം പാർട്ടുകൾ, ഓരോ പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇലാ ഖായിദത്തിൻ ആമ, ഒരു പൊതു നിയമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ മെത്തേഡിന് പറയുന്ന പേര് എന്താണ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ് ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അതിന് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്നും പേരുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ടത് കേട്ടോ. ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് വരുന്ന ഈ ഓപ്ഷൻ എ എന്താണ്? ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയാണ്. ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറയുമ്പോൾ എന്താണ്? ദലീൽ. ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ദലീൽ ആദ്യം പറയും, അതായത് ഖായിദ ആദ്യം പറയും, അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ. അപ്പോൾ ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്ന് പറഞ്ഞാൽ മിനൽ ജുസ്ഇയാത്തി ഇലൽ കുല്ലി, ആദ്യം പാർട്ടുകൾ പറയുന്നു എന്നിട്ട് കുല്ലിലേക്ക് എത്തുന്നു. മിനൽ ഖാസ് ഇലൽ ആം, ഖാസായിട്ടുള്ളത് ആദ്യം പറയും, പിന്നെന്ത് ചെയ്യും, അത് മുഖേന ഒരു പൊതു നിയമത്തിലേക്ക് എത്തുന്നു. മിനൽ അംസില ഇലൽ ഖായിദ. നമ്മുടെ നെഹ്വിൻ്റെ പുസ്തകം തന്നെ ആലോചിച്ചാൽ മതി. നെഹ്വിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ്? ആദ്യം ഉദാഹരണം പറയുന്നു, അതിനുശേഷം ഖായിദ പറയുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു രൂപമാണ് എന്ത്? ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ. ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? ത്വരീഖത്തുൽ ഇസ്തിദ്ലാലി. അതിനൊക്കെ വേറെയും ഒരുപാട് പേരുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ, നമുക്ക് റെഗുലർ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. 134 ഇസ്തിറാത്തീജിയ ലാ തുഅ്തബിറുഹ മുഫല്ലല ഹസ്ബൻ നളിരിയാത്തിൽ ഹദീസ. ഇസ്തിറാത്തീജിയ ഒരു സ്ട്രാറ്റജിയാണ്. ലാ തുഅ്തബിറുഹ അതിനെ പരിഗണിക്കുന്നില്ല, മുഫല്ലല ശ്രേഷ്ഠകരമായിട്ട്, ഹസ്ബൻ നളിരിയത്തിൽ ഹദീസ ആധുനിക ടീച്ചിങ് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠകരമല്ലാത്തൊരു ടീച്ചിങ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്ഷൻ എ തഅലീമു തശാറുക്കി. തഅലീമു തശാറുക്കി പാർട്ടിസിപ്പേറ്ററി ലേണിംഗ്, എല്ലാവരും പങ്കു ചേർന്നുകൊണ്ടുള്ള പാർട്ടിസിപ്പേറ്ററി ലേണിംഗ്. തഅലീം ബി ത്വരീഖത്തിൽ ഇൽക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെക്ചറിങ് മെത്തേഡ്. നമ്മൾ ത്വരീഖത്തുൽ മുഹാദറ എന്നും അതിന് പേരുണ്ട് കേട്ടോ. ത്വരീഖത്തുൽ മുഹാദറ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇൽക്കാഹ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവിടെ തഅലീം ബി ത്വരീഖത്തിൽ ഇൽക്കാഹ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തഅലീം ദാത്തി സെൽഫ് സ്റ്റഡി, തഅലീം ബില്ലാബ് പ്ലേവേ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ ഒരു പഠന രീതി, അത് ആധുനിക മോഡേൺ കാലഘട്ടത്തിലെ പഠന സിദ്ധാന്തങ്ങളോട് അനുഗുണമല്ലാത്തൊരു മെത്തേഡ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തഅലീം ബി ത്വരീഖത്തിൽ ഇൽക്കാഹ് അല്ലെങ്കിൽ ത്വരീഖത്തുൽ മുഹാദറ എന്നും അതിന് പറയാം. കാരണം ലെക്ചറിങ് മെത്തേഡിൽ എന്തല്ല, കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള പങ്കൊന്നുമില്ല അല്ലേ?
ഇന്നത്തെ പഠന രീതി എങ്ങനെയാണ്? കുട്ടികൾ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക പഠന രീതിയോട് കൂടുതൽ ശ്രേഷ്ഠകരമല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഏതാണ്? അത് പ്രസംഗ രീതി എന്ന് പറയുന്നത് തന്നെയാണ്. 135ാമത്തെ ക്വസ്റ്റ്യൻ, തുഅദ്ദു അൽ കിതാബ മിനൽ മഹാറ. നമുക്കറിയാം കിതാബത്ത് മഹാറാത്തുൽ അർബയിൽ പെട്ടതാണല്ലോ അല്ലേ? ഈ മഹാറാത്തുൽ അർബയിൽ പെട്ട കിതാബത്ത് ഏത് തരം സ്കില്ലായിട്ടാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം നമ്മുടെ ഈ സ്കില്ലിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് മഹാറാത്തുൽ ഇൻതാജിയ പ്രൊഡക്റ്റീവ് സ്കില്ലും അതേപോലെ തന്നെ മഹാറാത്തുൽ ഇസ്തിക്ബാൽ റിസീവിങ് സ്കില്ലും. അപ്പോൾ രണ്ട് തരത്തിലായിട്ട് ഈ 4 സ്കില്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. അതിൽ കിതാബത്ത് ഏത് ഇനത്തിലാണ് വരുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻതാജിയ പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. അപ്പോൾ നമുക്ക് ഈ 4 സ്കില്ലുകളിൽ ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവ് സ്കില്ല്, ഏതൊക്കെയാണ് റിസീവ് സ്കില്ല് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 4 സ്കില്ലുകൾ ഏതൊക്കെയാണ്? അൽ ഇസ്തിമാ, അൽ തഹദ്ദുസ്, അൽ ഖിറാഅ, അൽ കിതാബ. ഇതാണല്ലോ 4 സ്കില്ലുകൾ. ഇതിൽ ഇസ്തിമാഉം ഖിറാഅത്തും റിസീവിങ് സ്കില്ലാണ്. മഹാറാത്തിൽ ഇസ്തിക്ബാൽ റിസീവിങ് സ്കില്ലാണ്. എന്നാൽ കിതാബത്തും തഹദ്ദുസും ഏതാണ്? മഹാറാത്തിൽ ഇൻതാജിയ പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടെല്ലാം വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ നൽകുന്നതാണ്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.